നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടത് അതായത് 0% കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡുകളാണ്. അത് കഴിച്ചാലാണ് നമുക്ക് ആ ഒരു വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 0% കാർബ്സ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ നിന്നും നമ്മുടെ ബോഡിക്ക് ഒരു വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണം ഉള്ളിലോട്ട് കഴിക്കുന്നുണ്ടെങ്കിലും പുറത്തോട്ട് കാര്യമായിട്ടൊന്നും പോകുന്നില്ല. അതായത് അത് കത്തിച്ച് കളയുന്ന രീതിയിൽ, കലോറി ബേൺ ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലായിട്ടും കൊഴുപ്പ് വന്നടിയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അമിതവണ്ണം, ഫാറ്റി ലിവർ, ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും കഴിക്കാൻ പറ്റുന്നത്, പ്രത്യേകമായിട്ട് നോക്കുന്ന സമയത്ത്, ഡയറ്റ് എടുക്കുന്ന സമയത്തും. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു അകത്ത് കൊണ്ടുവരുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. പച്ച നിറത്തിലുള്ള ഇലക്കറികൾ. അപ്പോൾ പച്ച നിറത്തിലല്ല പീല ഉള്ളത്. ഇപ്പോൾ ചുവന്ന ചീരയൊക്കെ ചുവന്ന നിറത്തിലാണല്ലോ. ഇലക്കറികൾ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവാണ്, ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് തോരനാക്കി വെച്ച് കഴിക്കുക. നല്ലൊരു ഫുൾനെസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പല ഡെഫിഷ്യൻസീസും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല രീതിയിൽ അയൺ സപ്ലിമെൻറ്റ്സ് അതിൻ്റെ അന്ന് കിട്ടുന്നുണ്ട്. അയൺ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ക്ഷീണം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ വലിയൊരു നന്നായിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തി സഡനായിട്ട് ഒരു ദിവസം ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞ ഇലക്കറികൾ. അതിപ്പോൾ നിങ്ങൾക്ക് ചുവന്ന ചീരയോ അല്ലെങ്കിൽ പച്ച ചീരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തഴുതാമയുടെ ഇലയോ അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലീഫി വെജിറ്റബിൾസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് മുട്ടയാണ്. മുട്ടേനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ്. അതായത് ഇതിൻ്റെ അകത്ത് പല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ ലെസിത്തിൻ എന്ന് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻ്റ് ആണുള്ളത്. ഇതെന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിനകത്ത് HDL കൊളസ്ട്രോൾ കൂട്ടും. HDL കൊളസ്ട്രോൾ കൂട്ടുമെന്ന് പറയുമ്പോൾ നല്ല കൊളസ്ട്രോൾ കൂട്ടും. പക്ഷേ നമ്മളിടയിൽ എല്ലാവരും പറയും എന്താ, മുട്ട കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും, അതുകൊണ്ട് ഞാൻ മുട്ട കഴിക്കാറില്ല. ഒരിക്കലുമില്ല. നമുക്ക് എല്ലാ ദിവസവും ഒരു മുട്ട, വളരെ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണൊക്കെ ആണെങ്കിൽ ഒരു മുട്ട നല്ല രീതിയിൽ തന്നെ അവർക്ക് കഴിക്കാം. അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്, വിറ്റാമിൻ ഡിയും കാൽഷ്യവും എല്ലാം റിച്ചാണ് മുട്ട എന്ന് പറയുന്നത്. ശരിക്കും അതൊരു കംപ്ലീറ്റ് ഫുഡ് തന്നെയാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ 2 മുതൽ 3 മുട്ട വരെ അവർക്ക് കഴിക്കാം. പ്ലസ് എക്സസൈസും കൂടി ഉണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ആളുകളൊക്കെ ആണെങ്കിലും ഒരു മുട്ട എല്ലാ ദിവസവും കഴിക്കാം. ഇപ്പോൾ സാധാ ഒരു കോഴിമുട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കാടമുട്ടയാണ്. അപ്പോൾ കാടമുട്ട കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി ഒരുപാട് കുറവാണ്. അതുകൊണ്ട് നമുക്ക് അത് അധികം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം കോഴിമുട്ടയാണെങ്കിൽ അത് കഴിക്കുക. പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. മത്സ്യങ്ങളുടെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം omega-3 കൂടുതലാണ്. omega-3 കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നേരം നിങ്ങളിപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു ഫിഷ് കഴിക്കാം. ഫിഷ് നിങ്ങൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറി വെച്ച മീൻ അതുപോലെ എടുത്ത് കഴിച്ചാൽ മതി. പക്ഷേ കൂടുതലായിട്ടും ഈ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കേണ്ട. അതുപോലെ തന്നെ കൂടുതലായിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാനൊന്നും നിൽക്കണ്ട. ആ ഒരു രീതിയിൽ നമുക്ക് മീൻ കഴിക്കാം. അപ്പോൾ മീൻ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ചെറു മത്സ്യങ്ങളാണ്. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും കുറച്ചൊരു വലിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മാംസമാണ്. മാംസത്തിൽ തന്നെ നമുക്ക് ലീൻ മീറ്റ് ആണ് എപ്പോഴും നല്ലത്. റെഡ് മീറ്റ് ഒരിക്കലും
അങ്ങനെ നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പം അത് റെഡ് മീറ്റ് നമ്മൾ ഒരു മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയറ്റ് എടുക്കുമ്പോൾ ഈ ബീഫും മട്ടനും തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് റെഡ് മീറ്റ് നിങ്ങൾ കഴിവതും ഒഴിവാക്കിയിട്ട് ലീൻ മീറ്റ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കാം. ചിക്കന് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ഭാഗം വരുന്നുണ്ട് ചിക്കനിൽ, അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. അതും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കറി വെച്ചിട്ട് ആ പീസ് മാത്രം എടുത്തിട്ട് കഴിക്കാം. അപ്പം അത് കഴിക്കുക. ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെയാണ് നിങ്ങൾ മീറ്റ് കഴിക്കുന്നതെങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് ചെറുപയർ പുഴുങ്ങിയതും അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഒന്ന് കഴിക്കാം. അല്ലാണ്ട് മാംസം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് ദിവസം ആകുമ്പോഴേക്കാണ് നമുക്ക് അതിനോടൊരു മടുപ്പും കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. കുക്കുംബറിനകത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് 0 തന്നെയാണ്. കുക്കുംബറിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരാളാണ് കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കുംബറും ക്യാരറ്റും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് സാലഡ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലോസ് മാത്രമാണ് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ക്യാരറ്റ് നമുക്ക് യാതൊരു കുഴപ്പമില്ല. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് എടുക്കാം. പക്ഷേ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവർ കഴിക്കാം. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അവർക്ക് ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു സാലഡ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സാലഡ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കുക്കുംബർ ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഒനിയൻ ഉണ്ടായിക്കോട്ടെ, ടൊമാറ്റോയിലും ഈ പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഇല്ല. ക്രോമിയം എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യും. BP കൂടിയ പേഷ്യൻസിലൊക്കെ BP കുറയ്ക്കാൻ സഹായിക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവരിലും ഈ തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ അമിതമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് കുറച്ചെടുക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ അമിതമായിട്ട് തക്കാളി കഴിക്കേണ്ട. അത് അതിൻ്റെ അതായത് ഒരുപാട് കാലം കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് അളവിൽ കഴിച്ചു കഴിഞ്ഞാലും അതിനൊരു സൈഡ് എഫക്റ്റ് പോലെ വരും. അപ്പം അമിതമായിട്ട് നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. അതിലും കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഇല്ല. അതും നമ്മുടെ ഡയറ്റിൽ നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 0% എന്ന് പറയുന്ന ഒന്നാണ് മഷ്റൂം എന്ന് പറയുന്നത്. മഷ്റൂം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷെ അതിനകത്താണെങ്കിൽ വൈറ്റമിൻ ഡിയും കാൽഷ്യം എല്ലാം തന്നെ ഉണ്ട്. നമുക്കൊരു ഫുൾനെസ് തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവാക്കാഡോ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ടാണ്, പക്ഷെ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങളത് കഴിക്കണം. അതിനാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മളെ ബ്ലഡ് വെസൽസിൽ വരുന്ന ക്ലോട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുള്ള കഴിവും ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ ഒക്കെ ആരോഗ്യം കൂട്ടാനൊക്കെ ഉള്ളൊരു കഴിവ് അവാക്കാഡോയ്ക്ക് ഉണ്ട്. അപ്പം അതിനകത്തും കാർബോഹൈഡ്രേറ്റ് വരുന്നില്ല, കുറവാണ്. അപ്പം അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ 0% കാർബ്സ് ഉള്ളത് അല്ലെങ്കിൽ കാർബ്സ് കുറഞ്ഞ രീതിയിലുള്ള ഫുഡുകൾ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തണം. അത് നിങ്ങൾ സെലക്റ്റീവായിട്ട് എടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. നട്ട്സിനകത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരളവിലുണ്ട്. പക്ഷേ നമുക്ക് ഫുൾനെസ് തരുന്നതും വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും നട്ട്സ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നട്ട്സുകളെ പോലെ തന്നെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് സീഡ്സുകൾ. സൺഫ്ലവർ സീഡ്സ് അല്ലെങ്കിൽ ലോട്ടസ് സീഡ്സ് അല്ലെങ്കിൽ പംകിൻ സീഡ്സ്, ചിയാ സീഡ്സൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കുടിച്ചു കഴിഞ്ഞാലും അത് നമുക്കൊരു ഫുൾനെസ് തരും. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് പലരും സ്മൂത്തീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ സ്മൂത്തിയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചിയാ സീഡ്സും കൂടി കുറച്ചധികം ഇട്ടിട്ട് അത് കുടിക്കുന്നത് ഈ ഒരു ഫുൾനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ പലതായിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കുന്നതൊക്കെ എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പം നിങ്ങൾ ഭക്ഷണത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എത്ര കാർബ്സ് ഇല്ലാത്ത ഫുഡ് അല്ലെങ്കിൽ എത്ര കാർബ്സ് കുറഞ്ഞ ഫുഡാണെങ്കിലും വ്യായാമം നിർബന്ധമാണ്. ചില ആളുകൾ ഡയബറ്റീസിന് ഡയറ്റ് എടുക്കും. ഡയബറ്റീസിന് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ വെറും ഡയറ്റ് മാത്രം അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മുടെ ബോഡിയിൽ എന്തായിരിക്കണം, നല്ല രീതിയിലുള്ള കലോറി ബേൺ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ വന്ന് കിടക്കുന്ന ഷുഗറും കാര്യങ്ങളൊക്കെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വ്യായാമം വേണം. നിങ്ങൾ നന്നായിട്ട് വിയർത്ത് പോകണം. അപ്പം ആ രീതിയിലുള്ള വർക്കൗട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരിക്കണം. കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവരൊരു ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഷട്ടിൽ കളിക്കുക, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവുക, സൈക്ലിംഗ് ചെയ്യുക, നീന്തുക, അങ്ങനെ പല രീതിയിൽ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ ഒരു ഡാൻസ് കളിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് ഡാൻസ് ഒരു 10-15 മിനിറ്റ് കളിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ നല്ല രീതിയിൽ വിയർക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. കൃത്യമായിട്ട് ഉറങ്ങുക. രാത്രി സമയങ്ങളിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പായിട്ട് ഫുഡ് കഴിച്ച് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സുകളൊക്കെ കഴിവതും നേരത്തെ ഒരു 7 o'clock മുൻപായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വെയിറ്റ് ലോസിന് ആഗ്രഹമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.